അകത്തോട്ട് പോയവരെ കാണുന്നില്ലല്ലോ. ഇത്രയ്ക്ക് വലിയ രഹസ്യമാണോ പറയാനുള്ളത്? ഇത് കുറച്ച് വലിയ രഹസ്യം. നമ്മൾ മാത്രം അച്ഛനും അമ്മയായി എന്നുള്ള അഹങ്കാരം വേണ്ട. ഇവരെയും അങ്ങനെ വിളിക്കാൻ ആള് വരുന്നുണ്ട്. എനിക്ക് സംശയം തോന്നിയിരുന്നു ഇങ്ങനെന്തോ പറയാനാണ് വിളിപ്പിച്ചതെന്ന്. കേൾക്കാൻ ആഗ്രഹിച്ച വാർത്തയാണല്ലോ മോളെ നീ കേൾപ്പിച്ചത്. തോമസ് സാറിന്റെ മരുന്ന് ഫലം കണ്ടു എന്ന് വേണം കരുതാൻ. അത് ശരിയാ ലക്ഷ്മി മാഡം, സാറ് ഇടയ്ക്കിടയ്ക്ക് മരുന്ന് മാറ്റിയൊക്കെ തരുമായിരുന്നു. ആ എന്നാ പിന്നെ ഇവരെ കൂടെ പുറത്തോട്ട് കൊണ്ടുപോയാലോ? ഞാൻ ചോദിച്ചു, വരുന്നില്ല എന്നാ പറഞ്ഞേ. തുടക്കമല്ലേ, യാത്ര പാടില്ലല്ലോ. ദേ കൊതിയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ, ഞങ്ങൾ വാങ്ങിച്ചോണ്ട് വരാം. അതിനിപ്പോ ചോദിക്കൊന്നും വേണ്ട കണ്ണേട്ടാ, ഇവിടെ വന്ന് അതൊക്കെ കൊടുത്തിട്ട് പോയാ മതി. ആ നിന്റെ അമ്മയെ വിളിച്ച് ഈ വിവരം പറയണ്ടേ? ഇങ്ങനൊരു വാർത്ത കേൾക്കുമ്പോഴേ സന്തോഷിക്കുന്നവരോട് മാത്രമേ ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അല്ലാത്തവരെ ഇതൊന്നും അറിയിച്ചിട്ട് ഒരു കാര്യവുമില്ല. നമ്മുടെ വീട്ടിലോട്ടല്ലേ പോന്നേ, ആ നേരത്ത് നമുക്ക് തന്നെ പറയാം അവിടെയുള്ളവരോട് ഈ സന്തോഷ വാർത്ത. ഒരുത്തി നിങ്ങളെക്കാൾ മുന്നേ അമ്മയാകേണ്ടതാ. അവളുടെയും അവളുടെ അച്ഛന്റെയും മുത്തശ്ശിയുടെയൊക്കെ കയ്യിലിരിപ്പ് കൊണ്ടാ ആ കുഞ്ഞിനെ നഷ്ടമായത്. ഇനിയിപ്പോ നീ കൂടി അമ്മയാകാൻ പോകുന്നു എന്ന വാർത്ത അറിഞ്ഞാ അവൾക്കത് സഹിക്കാൻ പറ്റില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ, രണ്ടാളും തമ്മില് ഇടയ്ക്ക് ഉടക്കി പിരിഞ്ഞതിന്റെ കാരണം എന്താ? അതേപ്പറ്റി ഞാൻ സാഗരേട്ടനോട് ഒരുപാട് ചോദിച്ചു. എന്നിട്ടും എനിക്ക് വ്യക്തമായൊരു ഉത്തരവൊന്നും കിട്ടിയില്ല. അതിനങ്ങനെ പ്രത്യേകിച്ച് ഉത്തരവൊന്നുമില്ല. ഇടയ്ക്ക് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു സൗന്ദര്യപ്പിണക്കുണ്ടായി. അങ്ങനെ സംഭവിക്കേണ്ടതല്ലോ. ഏട്ടത്തി അതിന്റെ പേരിൽ ഹോസ്പിറ്റലിൽ വരെ കിടന്നില്ലേ? അത്രത്തോളം കാര്യങ്ങൾ വഷളാവണമെങ്കിൽ നിങ്ങൾക്കിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ. ഒന്നും സംഭവിച്ചിട്ടില്ല. ഇടയ്ക്ക് കണ്ണേട്ടന്റെ ദേഹത്തൊരു ബാധ കൂടി, അത് പോയതോടെ ആളൊക്കെ ആയി. എന്തൊക്കെയോ രണ്ടാളും കൂടി ഒളിക്കുന്നുണ്ട്. സാരമില്ല, എന്തെങ്കിലും ഒരു ദിവസമേ അതെന്താണെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. നീ ഇപ്പൊ അതേ പറ്റിയൊന്നുമല്ല ആലോചിക്കേണ്ടത്. സ്വന്തം ശരീരം ശ്രദ്ധിക്കണം. ഞങ്ങൾ തമ്മിൽ പിണങ്ങിയതുപോലെ നിങ്ങൾ പിണങ്ങാതെ സന്തോഷത്തോടെ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകണം. അറിയാലോ, അമ്മയുടെ ആരോഗ്യം സന്തോഷം കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് പ്രധാനം. എന്നാലും നിങ്ങൾ തമ്മിൽ പിണങ്ങിയത് എന്തിനാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ എനിക്ക് കാണില്ലേ ഏട്ടാ.